Explanation. Given these assumptions, Hector and Hoechlin contend that the immediate cause of international trade is the difference in relative commodity prices caused by difference in relative demands and supply of factor as a result of differences in factors endowments between two countries. അതായത് ഇൻ്റർനാഷണൽ ട്രേഡിനുള്ള കാരണം എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ്. എന്തിലുള്ള റിലേറ്റീവ് കമ്മോഡിറ്റി പ്രൈസസ്, അതുപോലെ തന്നെ റിലേറ്റീവ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ്. ഇത് കാരണം റിസൾട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫാക്ടർ എൻഡോമെൻറ്റ്സ് ഓഫ് ടു കൺട്രീസും ചേഞ്ചബിൾ ആയിരിക്കും, അതായത് ഡിഫറെൻ്റ് ആയിരിക്കും. Fundamentally, the relative scarcity of factors, the shortage of supply in relation to demand is essential for trade between two regions. അതായത് റിലേറ്റീവ് സ്കേഴ്സിറ്റി ഓഫ് ഫാക്ടേഴ്സ് അതുപോലെ തന്നെ ഷോർട്ടേജ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡൊക്കെ ഇൻ്റർനാഷണൽ ട്രേഡിന് ബിറ്റ്വീൻ ടു കൺട്രീസ് നടത്താനുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഘടകങ്ങളാണ്. Commodities which use large quantities of scarce factors are imported because their prices are high, while those using abundant factors are exported because their price is low. അതായത് ഇങ്ങനെ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് പൊതുവെ അല്ലെങ്കിൽ കമ്മോഡിറ്റീസാണ് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഹൈ ആയിരിക്കും. അതായത് ഹൈ ആയിരിക്കും, പക്ഷേ എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രിക്കും അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെരി ലോ ആയിട്ട് ഉണ്ടാവുക. ദ ഹെക്ടർ-ഹോച്hlin തിയറം ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ടേംസ് ഓഫ് ടു ഡെഫിനിഷൻ. ഈ തിയറി രണ്ട് ഡെഫിനിഷൻ്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഫാക്ടർ അബണ്ടൻസ് ഓർ സ്കേഴ്സിറ്റി ഇൻ ടേംസ് ഓഫ് പ്രൈസ് ക്രൈറ്റീരിയൻ. സെക്കൻഡ് വൺ, ഫാക്ടർ അബണ്ടൻസ് ഇൻ ടേംസ് ഓഫ് ഫിസ്ക്കൽ ക്രൈറ്റീരിയൻ. ഫസ്റ്റ് വൺ, ഫാക്ടർ അബണ്ടൻസ് ഇൻ ടേംസ് ഓഫ് ഫാക്ടർ പ്രൈസസ്. അതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. HO explains richness in factor endowment in terms of ഫാക്ടർ പ്രൈസ്. അതായത് ഹെക്ടറും ഹോച്hlin എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഫാക്ടർ എൻഡോമെൻറ്റ്സിൻ്റെ റിച്ച്നെസ് ഇൻ ടേംസ് ഓഫ് ഫാക്ടർ പ്രൈസ് ആയിട്ടാണ്. അക്കോർഡിംഗ് ടു ദെയർ ഡെഫിനിഷൻ, അവരുടെ ഡെഫിനിഷൻ്റെ ബേസിൽ കൺട്രി എ ഈസ് അബണ്ടൻറ്റ് ഇൻ ക്യാപിറ്റൽ ഇഫ് PC/PL ഓഫ് എ ലെസ് ദാൻ PC/PL ഓഫ് ബി. അതായത് ഒരു കൺട്രി എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അബണ്ടൻറ്റ് നാഷനാണ് എന്നുണ്ടെങ്കിൽ PC/PL ഓഫ് എ ലെസ് ദാൻ PC/PL ഓഫ് ബി ആയിരിക്കും. PC ആൻഡ് PL റെഫേഴ്സ് ടു ദ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ. ഇതിൽ പ്രൈസും ലേബറും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് PC ആൻഡ് PL ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രൈസ് ഓഫ് ക്യാപിറ്റലും ലേബറുമാണ്. അതുപോലെ തന്നെ ആൻഡ് ദ സബ്സ്ക്രിപ്റ്റ്സ് A ആൻഡ് B ഡിനോട്ട് ദ ടു കൺട്രീസും. എയും ബിയും ഡിനോട്ട് ചെയ്യുന്നത് ടു കൺട്രീസിനെയാണ്. ഇൻ അതർ വേർഡ്സ്, ഇഫ് ക്യാപിറ്റൽ ഈസ് റിലേറ്റീവ്ലി ചീപ്പ് ഇൻ കൺട്രി എ, ദ കൺട്രി ഈസ് അബണ്ടൻറ്റ് ഇൻ ക്യാപിറ്റൽ. കൺട്രി എക്ക് ക്യാപിറ്റൽ ചീപ്പായിട്ട് ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൺട്രി എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അബണ്ടൻറ്റ് നാഷനാണ്. ആൻഡ് ഇഫ് ലേബർ ഈസ് റിലേറ്റീവ്ലി ചീപ്പ് ഇൻ കൺട്രി ബി, ദ കൺട്രി ഈസ് അബണ്ടൻറ്റ് ഇൻ ലേബർ. അതുപോലെ തന്നെ കൺട്രി ബി എന്ന് പറയുന്നത് ലേബർ ചീപ്പായിട്ട് ലഭിക്കുന്നത് കൺട്രി ആണെന്നുണ്ടെങ്കിൽ അത് ലേബർ അബണ്ടൻറ്റ് നാഷനാണ്. ദസ് കൺട്രി എ will produce and export the capital intensive goods and import the labor intensive goods. Country B will produce and export the labor intensive goods and import the capital intensive goods. അതായത്
ഈ ഒരു ഇതിൻ്റെ ബേസിലാവുമ്പോൾ കൺട്രി എ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്സ് ആയിരിക്കും. ഇമ്പോർട്ട് ചെയ്യുന്നത് ലേബർ ഇൻറ്റൻസീവ് ഗുഡ്സ് ആയിരിക്കും. അതുപോലെ തന്നെ കൺട്രി ബി പ്രൊഡ്യൂസ് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും ലേബർ ഇൻറ്റൻസീവ് ഗുഡ്സ് ആയിരിക്കും. ഇമ്പോർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്സ് ആയിരിക്കും. ദിസ് ഇല്ലുസ്ട്രേറ്റഡ് ഇൻ ഫിഗർ ബിലോ. ഇത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ താഴെ കൊടുത്തിരിക്കുന്നു. ലെറ്റ് എക്സ് ബി ദ ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി ടേക്കൺ ഓൺ ദ ഹോറിസോണ്ടൽ ആക്സിസും, അതായത് എക്സ് ആക്സിസിൽ നമ്മൾ ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റിയാണ് ടേക്ക് ചെയ്തിട്ടുള്ളത്. വൈ ബി ദ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി ടേക്കൺ ഇൻ ടു ദ വെർട്ടിക്കൽ ആക്സിസ്. വെർട്ടിക്കൽ ആക്സിസിലും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റിയാണ് എടുത്തിട്ടുള്ളത്. xx is the isocount of the commodity x and yy is that of commodity y. അതായത് എക്സസും കൊമോഡിറ്റി എക്സിൻ്റെ ഐസോകൗണ്ടും വൈ എന്ന് പറയുന്നത് കൊമോഡിറ്റി വൈൻ്റെ ഐസോകൗണ്ടാണ്. ദേ ആർ ദ സെയിം ഫോർ ബോത്ത് ദ കൺട്രീസ് എ ആൻഡ് ബി. ഇത് രണ്ട് കൺട്രീസിനും സെയിം ആണ്. ദ റിലേറ്റീവ് ഫാക്ടർ പ്രൈസസ് ഇൻ കൺട്രി എ ഫോർ ബോത്ത് കമ്മോഡിറ്റീസ് ആർ ഗിവൺ. ഫാക്ടർ പ്രൈസ് ലൈൻ A1. അതായത് കൺട്രി എൻ്റെ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് A1 ആണ്. അസ്യൂമിങ് ദാറ്റ് ഈച്ച് ഐസോകൗണ്ട് റെപ്രസെൻറ്റ് 1 യൂണിറ്റ് ഓഫ് റെസ്പെക്റ്റീവ് കമ്മോഡിറ്റി. ഇത് 1 യൂണിറ്റ് വൈ വിൽ ബി പ്രൊഡ്യൂസ്. അതായത് അസ്യൂം ചെയ്യുന്നത് എല്ലാ ഐസോകൗണ്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 യൂണിറ്റ് ഓഫ് ഏതാണ് കമ്മോഡിറ്റി, ആ റെസ്പെക്റ്റീവ് കമ്മോഡിറ്റിനെയാണ്. ദെൻ 1 യൂണിറ്റ് ഓഫ് വൈ വിൽ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് OC എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. അതായത് ഒരു യൂണിറ്റ് വൈ പ്രൊഡ്യൂസ് ചെയ്യാൻ OC എമൗണ്ട് ഓഫ് ക്യാപിറ്റലും OD എമൗണ്ട് ഓഫ് ലേബറും യൂസ് ചെയ്യുന്നുണ്ട് അറ്റ് പോയിൻറ്റ് E. അപ്പോൾ the isocost line AA1 is the tangent to the isocount YY. അപ്പോൾ അതുകൊണ്ട് ഐസോകോസ്റ്റ് ലൈന് A1 ഐസോകോണ്ട് YYനെ ടാൻജൻറ്റ് ചെയ്യുന്നുണ്ട്. ബൈ ദ സെയിം റീസണിങ് വി ഫൈൻഡ് ദാറ്റ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1 യൂണിറ്റ് ഓഫ് കൊമോഡിറ്റി എക്സ് ഇൻ കൺട്രി ഈസ്. ഇതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1 യൂണിറ്റ് ഓഫ് കൊമോഡിറ്റി എക്സ്, അതായത് ഒരു യൂണിറ്റ് കൊമോഡിറ്റി എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കൺട്രി എക്ക് OM എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ON എമൗണ്ട് ഓഫ് ലേബറും ആവശ്യമാണ്. Since capital is abundant and cheap in country A, it will be specialized in the production of capital intensive commodity Y. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അബണ്ടൻ്റ് ആയ നാഷണൽ കൺട്രി എ സ്പെഷ്യലൈസ് ചെയ്യാം പ്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി ആയ വൈയിലാണ്. ദിസ് ഈസ് ക്ലിയർ ഫ്രം ദ ഫിഗർ എബവ്. ഇത് ഫിഗർ അബോയിൽ ക്ലിയർ ആണ്. ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ് ഓഫ് വൈ, അതുപോലെ തന്നെ 1 യൂണിറ്റ് ഓഫ് വൈ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറ്റ് യൂസസ് മോർ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ OC വിത്ത് OD ഓഫ് ലേബർ അറ്റ് പോയിൻറ്റ് E ഓൺ ദ ഐസോകോണ്ട് വൈ. അതുകൊണ്ട് തന്നെ 1 യൂണിറ്റ് വൈ പ്രൊഡ്യൂസ് ചെയ്യാൻ ആണെങ്കിൽ മോർ ക്യാപിറ്റൽ നീഡ് ചെയ്യുന്നുണ്ട്. OC വിത്ത് അത് OD എമൗണ്ട് ഓഫ് ലേബർ അറ്റ് പോയിൻറ്റ് ഇയിൽ ഐസോകോണ്ട് YYയിൽ വൈൽ അറ്റ് പോയിൻറ്റ് L on the isocount XX, it uses less amount of capital OM with more of labor ON in order to produce 1 unit of X. അതുപോലെ തന്നെ പോയിൻറ്റ് Lൽ ഐസോകോണ്ട് എക്സസും ടാൻജൻ്റ് ആവുന്നുണ്ട്.
ഇറ്റ് യൂസസ് ലെസ് എമൗണ്ട്, അതായത് കുറച്ച് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് OM ഓഫ് ലേബറും OM എമൗണ്ട് ഓഫ് ക്യാപിറ്റലും ON എമൗണ്ട് ഓഫ് ലേബർ യൂസ് 1 യൂണിറ്റ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹെൻസ് കൺട്രി എ വിൽ പ്രൊഡ്യൂസ് ആൻഡ് എക്സ്പോർട്ട് റിലേറ്റീവ്ലി ക്യാപിറ്റൽ അബണ്ടൻറ്റ് ആൻഡ് ചീപ്പ് കമ്മോഡിറ്റി വൈ ടു ദ അതർ കൺട്രി ബി. അതായത് ഈ കൺട്രി എ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സ്പോർട്ട് ചെയ്യുന്നതും റിലേറ്റീവ്ലി ക്യാപിറ്റൽ അബണ്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ബിക്കോസ് എന്ത് പറഞ്ഞാൽ ഇത് വളരെ ചീപ്പായിട്ടാണ് അവിടെ കിട്ടുന്നത്. In order to find the cost of producing 1 unit of each commodity in country B, labor relatively cheap and abundant. ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കിയതും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കൺട്രീൻ്റെ കേസായിരുന്നു. ഇനി ലേബർ അബണ്ടൻ്റ് നാഷൻ്റെ കേസാണ്. അതായത് കൺട്രി ബി എന്ന് പറയുന്ന ഒരു ലേബർ അബണ്ടൻ്റ് നാഷനാണ്. ഡ്രോ എ ഫ്ലാറ്റ് price line B3 tangent to the isocont YY at point G. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റർ ആയിട്ടുള്ള ഫാക്ടർ പ്രൈസ് ലൈൻ B3 ആണ് ഡ്രോ ചെയ്യുന്നത്. അത് YY എന്ന് പറയുന്ന ഐസോക്വാണ്ടിന് ടാൻജൻ്റ് ആവുന്നുണ്ട് പോയിൻ്റ് ജിയിൽ. എ സിമിലർ ഫ്രാക്ടർ പ്രൈസ് ലൈൻ B1 B2 is drawn parallel to B3. അതുപോലെ തന്നെ B3ക്ക് പാരലായിട്ടൊരു പ്രൈസ് ലൈനും കൂടി ഡ്രോ ചെയ്യുന്നുണ്ട് B1 B2 which is tangent to the isocon XX at point S. ഇത് ഈ പുതിയ ഡ്രോ ചെയ്ത പ്രൈസ് ലൈന് XX എന്ന് പറയുന്ന ഐസോകോണ്ടിനെ എസ് എന്ന പോയിന്റിൽ ടാൻജൻറ്റ് ചെയ്യുന്നുണ്ട്. നൗ ഇറ്റ് റിക്വയർസ് ഓക്കെ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇതിന് ഓക്കെ എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ് റിക്വയർ ചെയ്യുന്നത്. OH എമൗണ്ട് ഓഫ് ലേബർ ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി വൈ ഇൻ കൺട്രി ബി. കൺട്രി ബിയുടെ കേസിൽ ഓക്കെ എമൗണ്ട് ഓഫ് ക്യാപിറ്റലും OH എമൗണ്ട് ഓഫ് ലേബർ യൂസ് ചെയ്തിട്ടാണ് കമ്മോഡിറ്റി വൈ കൺട്രി ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് OT എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് OR എമൗണ്ട് ഓഫ് ലേബർ ഈസ് പ്രൊഡ്യൂസ് 1 യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി എക്സ് ഇൻ ദിസ് കൺട്രി. അതുപോലെ തന്നെ ഈ കൺട്രി OT എമൗണ്ട് ഓഫ് ക്യാപിറ്റലും OR എമൗണ്ട് ഓഫ് ലേബർ യൂസ് ചെയ്തിട്ട് കമ്മോഡിറ്റി എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സിൻസ് ലേബർ ഈസ് ചീപ്പ് ആൻഡ് അബണ്ടൻറ്റ് ഇൻ കൺട്രി ബി. കൺട്രി ബിക്ക് ലേബർ എന്ന് പറയുന്നത് ചീപ്പും അബണ്ടൻറ്റും ആണ്. ഇറ്റ് വിൽ സ്പെഷ്യലൈസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി എക്സ്. അതുകൊണ്ട് തന്നെ ഇത് ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി ആയിട്ടുള്ള എക്സിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് കമ്മോഡിറ്റി എക്സ് അറ്റ് പോയിന്റ് എസ് ഓൺ ദ ഐസോകോണ്ട് എക്സസ് വിച്ച് റിക്വയർസ് മോർ എമൗണ്ട് ഓഫ് ലേബർ OR വിത്ത് ലെസ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ OT ദാറ്റ് commodity Y which requires less amount of labor OH which more amount of capital OK at point G on the isocont YY. അതായത് അതുകൊണ്ട് തന്നെ ഈ കൺട്രി ബി കമ്മോഡിറ്റി എക്സ് എന്ന പോയിന്റിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഐസോകോണ്ട് XX ടാൻജൻ്റ് ആവുന്നുണ്ട്. OR എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ OR എമൗണ്ട് ഓഫ് ലേബറും OT എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടാണ് ഇത് ലേബർ OH എമൗണ്ട് ഓഫ് ലേബറും അതുപോലെ തന്നെ
ഓക്കെ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്ത് പോയിൻറ്റ് ജിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഐസോ കൊണ്ട് YYനെ ടാൻജൻ്റ് ആകുന്നുണ്ട്. ഹെൻസ് കൺട്രി ബി വിൽ എക്സ്പോർട്ട് കമ്മോഡിറ്റീസ് എക്സ് ടു കൺട്രി ബി ഇൻ എക്സ്ചേഞ്ച് ഫോർ കമ്മോഡിറ്റി Y. അപ്പോൾ കൺട്രി ബി എക്സ്പോർട്ട് ചെയ്യാണ് കമ്മോഡിറ്റി എക്സ് കൺട്രി എക്ക്, എന്നിട്ട് കൺട്രി എ അതിൻ്റെ കമ്മോഡിറ്റി Y ബിക്കും എക്സ്ചേഞ്ച് ചെയ്യും. ദിസ് എസ്റ്റാബ്ലിഷ് ദ HO തിയറം ദാറ്റ് ദ ക്യാപിറ്റൽ അബണ്ടൻറ്റ് കൺട്രി വിൽ എക്സ്പോർട്ട് ദ relatively cheap capital intensive commodity and the labor abundant country will export the relatively cheap labor intensive commodity. അതായത് ക്യാപിറ്റൽ അബണ്ടൻ്റ് ആയിട്ടുള്ള നാഷന് കൂടുതലായിട്ടും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ലേബർ ഇൻറ്റൻസീവായിട്ടുള്ള കൺട്രി ലേബർ ഇൻറ്റൻസീവ് പ്രോഡക്ട്സ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് മെയിൻ ഒരു HO തിയറിയുടെ ഐഡിയ എന്ന് പറയുന്നത്. ഏത് നാഷനാണ് ഏത് കമ്മോഡിറ്റിയാണ് അബണ്ടൻ്റ് ആയിട്ടുള്ളത് അതിലാണ് ആ കൺട്രി അല്ലെങ്കിൽ നാഷൻ സ്പെഷ്യലൈസ് ചെയ്യുക. താങ്ക് യു.